നോക്കിക്കോ കൂട്ടുകാരെ, അവനത് നശിപ്പിച്ച്. ഉടുപ്പ് കണ്ടോ എങ്ങനെയുണ്ട്? ഭയങ്കര അലക്കാട്ടോ. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറ. എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം ഇങ്ങനെ പറ. സ്വാഗതം. അപ്പൊ നമ്മൾ രാവിലെ എണീച്ചതാണ് നമ്മുടെ ഇന്നലത്തെ പയറ് കഞ്ഞിയില്ലായിരുന്നോ, മീനച്ചാറൊക്കെ കൂടിയാട്ടോ കഴിക്കുന്നേ. അമ്മ അന്ന് കൊടുത്തു വിടതാ, കഴിഞ്ഞ കൊല്ലം കൊടുത്തു വിട്ട മീനച്ചാറാട്ടോ ഇത്. എല്ലാം കൂടെ മിക്സ് ആക്കിട്ടോ കഴിക്കുന്നേ. എല്ലാം കൂടെ മിക്സ് ആക്കി കുഴച്ച് കഴിക്കും കേട്ടോ. മീനച്ചാറിന് ഉപ്പ് കാരണം കഞ്ഞിക്കുപ്പില്ലാന്ന് തിരിയുന്നേ ഇല്ല. പക്ഷെ ഇന്ന് നമ്മൾ ഉപ്പ് വാങ്ങിക്കും അല്ലേ? ഇന്നലെ നമ്മൾ കട അടച്ചു പോയതുകൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത, ഇന്ന് നമ്മൾ ഉപ്പ് വാങ്ങിക്കും എന്തായാലും. ഇന്നലെ ആ ബക്കറ്റിനകത്ത് വെള്ളം കിട്ടിയായിരുന്നു, നമുക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് വെള്ളം തപ്പി പോകും വേണം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വെള്ളമൊക്കെ ഏകദേശം കഴിയാനായി. അപ്പൊ ഈ വെള്ളം തപ്പി പോകണം, വെള്ളം കണ്ടുപിടിക്കണം, അലക്കണം, കുറെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറും കേട്ടോ. അവിടെ ആണെങ്കിൽ നല്ലൊരു സ്പേസ് ആയിട്ട് ഇതിനേക്കാളും കുറച്ചുകൂടി അടിപൊളി സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മൾ മാറും കേട്ടോ. അതുപോലെ കുറച്ച് തരികിട പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന്. വെള്ളം കണ്ടുപിടിക്കണം. തരികിട പരിപാടിയാണ്, നമ്മളെല്ലാം നല്ല നല്ല പരിപാടി ചെയ്യുള്ളൂ. ഹലോ കൂട്ടുകാരെ, അപ്പൊ നമ്മൾ ഇതാ ഇവിടുന്ന് പിന്നെ സ്ഥലം മാറുക കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നാട് വിട്ടു പോവാണ്. നമ്മൾ ഈ സ്ഥലത്തോട് നമ്മൾ അങ്ങനെ വിട പറയുകയാണ് അല്ലേ? അതെ. നമുക്ക് ഫസ്റ്റ് പോയിട്ട് വെള്ളം നോക്കാം കേട്ടോ. വെള്ളം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം എടുക്കും. വെള്ളം എടുത്തിട്ട് നമുക്ക് പാത്രം കഴുകാനും അതുപോലെ തന്നെ തുണി അലക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇന്നലെ അപ്പം കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു, കമന്റ് ചോദിച്ചായിരുന്നു, എന്താണ് തുണിയൊക്കെ നമ്മൾ എങ്ങനെ അലക്കുക, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. കുഞ്ഞു ബേബിന് പച്ചവെള്ളത്തിലൊന്നല്ല കേട്ടോ, നമുക്ക് ഇവിടെ ഗ്യാസ് ഉണ്ട്. നമുക്ക് ഫ്ലാസ്കിൽ ഞങ്ങൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് ഇല്ല, അതിനകത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കുവാനായിട്ട് നമ്മുടെ വലിയ ഫ്ലാസ്ക് ഉണ്ട്, അതിനകത്ത് നമ്മൾ നിറച്ച് വെക്കും കേട്ടോ. എന്നിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കാനും കുഞ്ഞിനെ ഫ്രഷ് ചെയ്യാനും ഒക്കെ നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അല്ലാണ്ടാട്ടോ കുളിച്ചേ, പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ചേ. പിന്നെ ഞാൻ ഇന്നലെ മഴയത്താണല്ലോ വിളിച്ചത്, ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമുക്ക് അതിന്റെ സൗകര്യം ഉണ്ടോ വെച്ചിട്ടുണ്ട്, കഷ്ടി നിന്ന് കുളിക്കാനൊക്കെ പറ്റും. പക്ഷെ അലക്കാനുള്ള സൗകര്യം ഒന്നുമില്ല കേട്ടോ. എല്ലാവരും തട്ടിക്കൂട്ടല്ലേ. അതെ. പിന്നെ ബാത്റൂമിലെ വേസ്റ്റ് കളയാനായിട്ട് ഇവിടെ ഓരോ സ്ഥലങ്ങളുണ്ട്. ഈ ക്യാരവാന്റെ തന്നെ ഇങ്ങനെ വേസ്റ്റ് കളയുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ പോയിട്ട് പൈസ കൊടുത്തിട്ട് നമ്മളിങ്ങനെ കളയും കേട്ടോ. അതിന്റെ ഡംപ് സ്റ്റേഷൻസ് ഉണ്ട്, ക്യാരവാന്റെ ഡംപ് സ്റ്റേഷൻസ്. അവിടെ പോയിട്ട് നമ്മൾ ആ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിട്ട് കളഞ്ഞ് ക്ലീൻ ചെയ്യും. അപ്പോൾ അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്തും അങ്ങനെയൊന്നും വിടാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ട് ഭയങ്കര പ്രശ്നം ഇവിടെ. പൊന്നുവിന്റെ ഉടുപ്പ് കണ്ടോ എങ്ങനെയുണ്ട്? ബാബാ സൂട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കണ്ടോ, അന്ന് വാങ്ങിക്കൊടുത്താട്ടോ. ഇപ്പളാ ഭാഗമായി, ഒന്ന് പെറ്റപ്പളാ പൊന്നിനത് ഭാഗമായത്. അന്ന് കുഞ്ഞതായിരുന്നു. അന്ന് നമുക്ക് ഫസ്റ്റ് പോയിട്ട് ഇത് നോക്കാം, വെള്ളം ഉണ്ടോ നോക്കിയിട്ട് ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ. നമ്മുടെ പവർ ബാങ്കിൽ ചാർജ് ഒക്കെ തീർന്നു കേട്ടോ. നമ്മുടെ ക്യാരവാനത്താണ് ബാറ്ററി നമ്മൾ ഫിറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് ചാർജ് ചെയ്യാനും അതിനുള്ള സംവിധാനം ഒന്നും ആയിട്ടില്ല. ചാർജിന്റെ ഒറ്റ പ്രശ്നമാണ്, നമുക്ക് മൊബൈലിന് ചാർജ് ചെയ്താൽ മൊത്തം പെടും. അപ്പൊ നമ്മൾ ചാർജ് ചെയ്യുന്ന ഏക വഴി എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയിൽ തന്നെ കണക്ട് ചെയ്യും കേട്ടോ. വണ്ടിയിൽ നമ്മൾ ഫോൺ ചാർജ് ചെയ്യും, ഫോണല്ല നമ്മുടെ പവർ ബാങ്ക് ചാർജ് ചെയ്ത് വെക്കും. ഇത് കണ്ടോ, MIന്റെ 20,000 mAh പവർ ബാങ്ക് ആണ് കേട്ടോ. അപ്പൊ സ്കൈ ബേബിന്റെ കുളിയൊക്കെ ഞങ്ങൾ രാവിലെ കുളിപ്പിക്കും കേട്ടോ. രാവിലെ എണീച്ച പാടെ അവളെ കുളിപ്പിച്ച് കുട്ടപ്പിയാക്കും. അപ്പൊ പിന്നെ ഒരു ദിവസം ഇപ്പൊ ഒരു നേരം കുളിപ്പിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് അങ്ങനെ നമ്മളിപ്പോ കുളിപ്പിക്കാറ്. മഴയൊക്കെ പെയ്യുന്ന ദിവസം, ഇങ്ങനെ കഫക്കെട്ടുള്ള ദിവസം കുളിപ്പിക്കില്ല. ജസ്റ്റ് അവൾ നമ്മളെ കാണാണ്ടാകുമ്പോ വെറുതെ എന്നാ അങ്ങനെ ആക്കൂട്ടോ. അപ്പൊ അതാ സംഭവം. വണ്ടി സ്റ്റാർട്ട് ചെയ്തോ, പോവാം. അപ്പൊ വെള്ളം തേടിയുള്ള വീണ്ടുള്ള യാത്രയാട്ടോ. സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. അപ്പൊ ഇന്ന് ഇച്ചിരി വെയിലുണ്ട് കേട്ടോ. ഇച്ചിരി വെയില്, ഒത്തിരി വെയിലല്ല, ഇത്തിരി വെയില്. ഇന്നത്തെ കമന്റ് ഉണ്ടായിരുന്നോ, നമ്മുടെ കേരളത്തിലെ സ്ഥലം പോലെ പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ കേരളത്തിലെ സ്പേസ് പോലെ തന്നെ ഇല്ലേ ഇത് എത്തിട്ടോ. നല്ല പോണേ. ഇതിന്റെ അപ്പുറം അവിടെ വേറെ ഏതോ വണ്ടി നിർത്തിയിട്ടുണ്ടല്ലോ. നമ്മളിവിടെയായിരുന്നു നിർത്തിയിട്ടുണ്ടേ. ഇവിടെ കുറച്ച് വണ്ടി നിർത്തിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇത് ഈ കാടിന്റെ ഉള്ളിൽ ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. വെള്ളം തെളിയണേ. ആമ്പലുണ്ടടാ. അപ്പൊ കൂട്ടുകാരെ, ഏതാണ്ട് നമ്മുടെ ഈ ബക്കറ്റ് ഉണ്ട് കണ്ടോ. ശരിക്കും സ്ഥലം നോക്ക്, നമ്മുടെ നാട്ടിലെ സ്ഥലം പോലെ തന്നെ അതേ ഒരു അന്തരീക്ഷം കേട്ടോ. കണ്ടോ, നല്ല താഴ്ചയുണ്ട് ഇതിന്. അവിടെ വരെ എത്തുവോ? നമുക്ക് ഈ തുണി കെട്ടി നോക്കാം, തുണി കെട്ടിട്ട് എത്തുമോ നോക്കാം. തുണി മര്യാദയ്ക്ക് കെട്ടണേ.
കുപ്പിയൊന്നും അതിന്റെ ഉള്ളിലിടല്ലേ? ഇല്ലില്ല. അപ്പൊ ഇതയച്ച് കെട്ടി നോക്കുന്നുണ്ട്. എടാ അത്രയും വെച്ചൊക്കെ കെട്ടിട്ടുണ്ട്, പിന്നെ എന്ത് തികയാനേച്ചേ? നിനക്ക് വെള്ളം കിട്ടിയാ പോരെ? ഓ അപ്പം തിന്നാ മതി. അപ്പം തിന്നണ്ട, കുഴി എണ്ണാ മതി എന്നല്ലേ ഞാൻ പറയുകയാണെങ്കിൽ എന്ന് ഇറങ്ങി നോക്കാം നമുക്ക്. നീ എടുത്ത് ചാടിക്കും അത്ര ഇതാണെങ്കിൽ എനിക്ക് എന്താണെന്നറിയാം. ആ ബെസ്റ്റ്. അവിടെ എത്തി. നോക്കണേ, സൂക്ഷിച്ചിട്ടാ. ഞാൻ ചാടി പോയില്ലല്ലോ. നീ അത് കുടുങ്ങിയിരിക്കട്ടോ. സംഭവം ഇങ്ങനെയൊക്കെ ആട്ടോ ഇറങ്ങുന്നേ. ദൈവമേ, വെള്ളം കിട്ടണേ കുറച്ചെങ്കിലും. കഴുകാനുള്ള വെള്ളം കിട്ടിയതേന്ന്. ആ കിട്ടി കിട്ടി കിട്ടി. ആ കുറച്ചെടുത്താ മതി, കുറച്ചെടുത്താ മതി. എടാ അത് നല്ലതാടാ, നല്ല വെള്ളാ. നോക്ക് എടാ, പുഴവെള്ളം എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവുക കളറ്. അപ്പുറത്തേക്ക് പോവല്ലേ? എന്റെ മോളെ നിറച്ചു വെള്ളം. നീ ആ തുണി ഇപ്പൊ കീറൂട്ടോ. നോക്കിക്കോ കൂട്ടുകാരെ, അവനത് നശിപ്പിച്ച്. ഇവൻ എന്താ ഈ കാണിക്കുന്നേ? അതെല്ലാം എടുക്ക പൊക്ക, വേഗം മുക്കി എടുക്ക്. ഇതങ്ങനെ എളുപ്പമല്ല. നീ തമാശ കളിക്കുന്നേ. എന്റെ പൊന്നെ, ഒരു കാലിപ്പറിട്. ആ അങ്ങനെ എന്നാട്ടോ, അങ്ങനെ എന്നാ. ആ വേഗം വലിച്ചെടുക്കണേ, പൊട്ടിപ്പോരുത് കുഞ്ഞാ. വേഗം വലിച്ചാ. ഗുഡ് ബോയ്. ഞാൻ ഐഡിയ പറയട്ടെ. നിന്റെ തുണി എന്തായാലും ഇതിൽ കഴുകിപ്പം. തുണി കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴുകാല്ലേ? എടുത്തിട്ട് ഓടി വരാ. ഓടുക. തുണി കഴുകി ഞാൻ എന്തെല്ലാമൊക്കെയോ പറയുന്നുണ്ട്, അതൊക്കെ ഇച്ച കേൾക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പുഴയിൽ നിന്ന് കിട്ടുന്ന ആ വെള്ളത്തിൻ്റെ ഒക്കെ ഇത് തന്നെ. നമ്മൾ പുഴയിൽ നിന്ന് ഇങ്ങനെയൊക്കെയല്ലേ അലക്കാറ്. ഇനിയിപ്പം എൻ്റെ കയ്യിലുണ്ട്, ചെറിയ വെയിലുണ്ട്, അത് തട്ടണ്ടെന്ന് ചോദിച്ചു തലയിൽ തുണിയിട്ട് അതാ ഇപ്പം തുണി പോയേനെ. ഇങ്ങനെ അലക്കിയാൽ മതിയല്ലേ? ഭയങ്കര അലക്കാട്ടോ. പക്ഷെ കുഞ്ഞിപ്പെണ്ണിന്റെ തുണി അലക്കണമെങ്കിൽ നല്ല വെള്ളത്തിൽ അലക്കാൻ പറ്റും. ഒരു വട്ടം അലക്കുന്നുള്ളോ? ആ അത് ശരിയാ. ഓ ഇനി നിലത്തിടണ്ട കേട്ടോ. ഇനിയും മഴ പെയ്തിട്ടുണ്ട്, നമുക്ക് ഇത് തന്നെ എടുത്ത് കെട്ടാം. മതി, കൈ വേനിക്കുവേ. സ്റ്റൈല് കാണിച്ച് കെട്ട കഴിഞ്ഞടാ കുടഞ്ഞപ്പോ. പോവാ, തുണിയൊക്കെ എടുത്തിട്ടോ. എടാ ആരെ നോക്കുമ്പോ മീൻ പിടിച്ചതാന്ന് പറഞ്ഞാൽ മതി, വെള്ള കവറിൽ മീനാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ തുണി അലക്കി. എന്തായാലും വന്നത് വെറുതെ ആയില്ല. തുണി അലക്കി ബക്കറ്റ് കഴുകി. ആ നമ്മുടെ ചളിയായി പോയായിരുന്നു കേട്ടോ. വെള്ളം മറ്റേ മണ്ണിൽ വീണിട്ട് ഒരു ഇന്നലെ ഇവളുടെ പൊട്ട ബുദ്ധി ഇല്ലായിരുന്നോ? ഇവളിതിലെ മണ്ടത്തം പറഞ്ഞ് നമ്മൾ അങ്ങനെ വെള്ളം ശേഖരിക്കാൻ നോക്കിയില്ലേ? അപ്പൊ അതിനകത്ത് ആയ ചെളി മൊത്തം നമ്മൾ കഴുകി. ഇപ്പൊ എങ്ങനെയാ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്തേ? അത് എന്റെ ബുദ്ധിയല്ലായിരുന്നോ? അതിന്റെ ബുദ്ധിയാ. അപ്പൊ നമുക്ക് നേരെ ക്യാരവൻ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോട്ടോ. എന്നെ കുറ്റം പറയൂ. എന്നെ പഠിച്ച് ഞാനുണ്ടല്ലോ. നോക്ക് നോക്ക്, ആ കാട്ടിലെറിയും. പിന്നെ ഇത് ആ പട്ടിക്ക് ഇട്ട് കൊടുക്കും ഞാൻ. നമ്മളിനി നേരെ ക്യാരവാൻ വണ്ടിയിലേക്ക് കണക്ട് ചെയ്യുന്നു. നമ്മൾ ഇവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകുവാണ്. അപ്പൊ അതാ കൂട്ടുകാരെ, നമ്മുടെ ക്യാരവാന്റെ മുന്നിലായിരുന്നു നമ്മൾ നിർത്തേണ്ടത്. പക്ഷെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. എന്തിനാ പാർക്ക് ചെയ്യുന്ന അറിയത്തില്ല. എന്താ പ്രശ്നം ഉണ്ടാവോ നോക്കട്ടെ. നീ വെറുതെ ക്യാരവാന്റെ അടുത്തേക്ക് പോയി നോക്ക്. ക്യാരവാൻ പൊക്കും പോലെയൊക്കെ കാണിക്കേ. അങ്ങനെയല്ലടാ, മുന്നിലെ ഗ്യാസിന്റെ ഇട്ട് നോക്കും പോലെ. അവര് വണ്ടി എടുത്ത് പോകുക കേട്ടോ. ഇച്ചനെ കണ്ടപ്പോഴത്തേക്ക് പേടിച്ചു പോയി. അങ്ങനെ പറഞ്ഞോക്കെ അപ്പൊ ഇച്ചയ്ക്ക് സന്തോഷവും. എന്റെ മോനെ, നിന്നെ കണ്ടപ്പോഴത്തേക്ക് അവര് പേടിച്ചു പോയോ? സിമ്പിൾ. ഇവിടെ വെച്ചിട്ട് നമ്മുടെ ക്യാരവാനിനെ കണക്ട് ചെയ്യണം. നമ്മുടെ ക്യാരവാന്റെ കൊമ്പ് അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് കുറച്ചിങ്ങനെ വെച്ചറിയാം. കറക്റ്റ് പോരട്ടെ. ഇച്ചിരി എടുത്തോട്ട് മതി. ഓക്കെ, പക്ക ഓക്കെ. കണ്ടോ
നേരെ താത്തിയാ മതി കേട്ടോ. പക്ക ഓക്കേടാ, നീ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യും. എന്റെ മോളെ നീ ഒരു കില്ലാടിയാണല്ലോ അല്ലേ? ഇവിടെ ആദ്യം ഞാൻ താത്തട്ടെ. അടിയൊരു നെട്ടുണ്ട്. അപ്പൊ ഈ കാലായിട്ട് നമുക്ക് ആദ്യം താഴ്ത്തണ്ടേ? ഇതാണോ? അതന്നെ അതന്നെ. ഇതല്ലേ? കുത്തട്ടെ. എന്നിട്ട് ഇങ്ങനെ തിരിക്കണം. തിരിക്കുമ്പോ ആ കാലിങ്ങനെ താഴൂട്ടോ. ഇടത്തോട്ട് ഇരി, ഇടത്തോട്ട്. ഇടത്തോ? ഇങ്ങോട്ടല്ലേ ഇടത്? ഇങ്ങനെ ഇങ്ങോട്ടോ? തിരിക്കേ കറക്ക്. അങ്ങനെ അങ്ങനെ കണ്ടോ, പൊന്നോന് തിരിക്കാൻ പറ്റൂ കേട്ടോ. കറക്റ്റ് അങ്ങനെ വെച്ചിട്ട് ഇത് നമ്മുടെ വണ്ടീന്റെ ഒക്കെ ജാക്കിയില്ല, അതുപോലെ ആയിട്ട് സാധനം വർക്ക് ചെയ്യുന്നേ. അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഇനി കണക്ട് ചെയ്യണം. തന്നെ നമ്മളിങ്ങനെ വലിച്ച് കനമുണ്ട്. നീങ്ങുന്നില്ലല്ലോ കുഞ്ഞാ, ഇങ്ങോട്ട് വലിച്ചോ. ഗ്യാസ് കേട്ടോ. വലിക്കേ, വലിക്കടി. ഒരു പൊടിക്ക് മതി കേട്ടോ. കറക്റ്റ് പറയാവേ. അപ്പൊ നമുക്കിത് ഈ മൊട്ടിന്റെ നേരെ താഴെ വരണം കേട്ടോ. ചേട്ടാ നമ്മളിവിടെ അടിക്കുമ്പോ അവന് കേക്കാം. മെല്ലെ വരണേ, മെല്ലെ പോരട്ടെ. മതി മതി. കണ്ടോ, ഇത് നേരെ താന്നാ അതിലിരിക്കും. കറക്റ്റാ. കണ്ടോ? കുറച്ചുകൂടെ വേണടി. വേണ്ട, അത് മതിയടാ. വേണമെന്നേ. എന്നാ ഞാൻ പുറകോട്ടാകട്ടെ. നീ ആക്കണ്ട. മതി. അപ്പൊ നമ്മള് തിരിക്കുമ്പോ താഴെ വിട്ടോ, ഫ്രണ്ട് ഇങ്ങനെ താഴും. നമ്മൾ തിരിക്കുകയാണേ. അയ്യോ പൊക്കുവാണ് അത്. പടത്തോട്ട് തിരിച്ചാൽ മതി. കണ്ടോ, കഴുത്തി ഇങ്ങനെ പൊക്ക് കൊടുക്കുക. ജസ്റ്റ് നൂന്തി കൊടുക്കാവേ. ഞാൻ തള്ളാം, നീ ഇവിടെ നിന്നോ. അയ്യോ ആയി. ഇങ്ങനെ നമ്മൾ താഴ്ത്തുമ്പോ താഴ്ന്ന് കറക്റ്റ് ആ ലോക്കിലേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ടോ. കേബിളും കൊണ്ട് ലോക്ക് ചെയ്തിടും, ഒരു സേഫ്റ്റിക്ക് പോവാം. അപ്പൊ കൂട്ടിൽ നിന്നും കൂട്ടിലേക്ക്. ഓക്കെ, അതെന്നെ കയ്യെ പിടിച്ച് വെച്ചേക്കോട്ടോ. ഉണ്ട് ഡബുമ്മ ഒങ്ങായിരുന്നോട്ട് പൊന്ന തകരകുട്ടി ജോഗിങ്ങനാണ് ചേട്ടൻ. ഇത് ക്യാരവാൻ പുറകെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ക്യാരവാന്റെ മുന്നിലെ പുറകിലെ കർട്ടൺ ഓപ്പൺ ചെയ്തിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാരവാന്റെ പുറകിൽ എന്താ നടക്കുന്നതെന്ന് കാണുമല്ലോ. അത് കാരണം ഇതിലേ നോക്കിയിട്ടുണ്ടെങ്കിൽ പുറകു വരെ കാണാമെന്നാണ് സംഭവം പറയുന്നത്. ഇല്ല സംഭവം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഈ ലെഫ്റ്റിൽ കൂടിയാണ് പോകേണ്ടത്. നോക്കണേ, ഇവിടെ ഒരു വളവുണ്ട്, ഹോൺ അടിച്ചു വേണമെങ്കിൽ. ഇവിടെ തുരങ്കം പോലെ കണ്ടോ, നമ്മളതിന്റെ ആ സൈഡ് നിർത്താം അല്ലേ? വണ്ടിയിലല്ല പുറകില് നല്ലോണം. ഇവിടെയാണ് നമ്മുടെ അടുത്ത പ്ലേസ്. നല്ലോണം ചേർത്ത് എടുക്കണം കേട്ടോ നമ്മൾക്ക്. വണ്ടി നമ്മുടെ ട്രാക്ടറൊക്കെ വളയ്ക്കും പോലെ കേട്ടോ വെച്ച് വളയ്ക്കുന്നേ. പോട്ടെ. കറക്റ്റാ, ഇത് കറക്റ്റ് അയച്ചേ. ഉണ്ടോ? നമ്മളിപ്പോ ഉള്ളത് ഇതാണ് റോഡ്. ഇവിടെ വരെ കൈയെടുപ്പി ഇവിടെ വരെയാണ് റോഡ്. നമ്മൾ റോഡിൽ നിന്ന് ഇത്രയും മാറി ഉള്ളൊരു സ്പേസിലാട്ടോ ഉള്ളത്. അപ്പൊ ഇത് കൂട്ടുകാര് നമ്മൾ ക്യാരവാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് കുറച്ച് ഉച്ചക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണല്ലോ. അപ്പൊ കുറച്ച് സാധനമൊക്കെ സാധനമൊക്കെ ഉണ്ടാക്കാൻ കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നതാട്ടോ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഹൽദി പോയിട്ട് സാധനം വാങ്ങിക്കോ. ഒരു കവർ മൊത്തം സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഇതെന്താ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇതാണ് കേട്ടോ. കോൺഫ്ലേക്സ് പോലും കഴിക്കാത്തതുകൊണ്ട് നമ്മള് ഇത് റൈസിന്റെ എന്തോ സാധനമാണ് കേട്ടോ. ഇങ്ങനെ പൊരി പോലെ ഇരിക്കും, ചോക്ലേറ്റിന്റെ പോലത്തെ.
അപ്പൊ കൂട്ടുകാരെ ഇതാ നമ്മള് സാധനമൊക്കെ മേടിച്ച് നമ്മുടെ ബക്കറ്റും തുണി ഒക്കെ ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ടേ. നമ്മുടെ വീട്ടിൽ കുറെ ആൾക്കാർ കൂട്ടുകാരെ. കൂട്ടുകാരെ ഇച്ച ഓരോ സാധനങ്ങൾ എടുത്ത് വണ്ടിന്ന് ക്യാരവാനിലേക്ക് വെക്കുന്നുണ്ട്. ചെരിപ്പൂരട്ടെ കൂട്ടുകാരെ ഇച്ച അത് അവിടെ തുണി വിരിച്ചിടും കേട്ടോ. സ്റ്റാൻഡ് എടുത്തിട്ട് പുറത്തിട്ടിട്ട് അമ്മന്റെ പൊന്നെ. അപ്പൊ എന്താ നമ്മള് കാണിക്കാൻ പോന്നേ? തുറക്കങ്ങോട്ട്. 1 2 3 4 5 കുപ്പി വെള്ളം കന്നാസിൽ വരെ നിറച്ചു കേട്ടോ. നമ്മൾ ഈ വെള്ളം അലക്കും കുളിക്കും. അപ്പൊ കൂട്ടുകാരെ നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീനൊക്കെ ആയിരുന്നു നല്ല മസാലയൊക്കെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ അടുത്ത് എന്തൊക്കെ ഗ്രീൻ ഡേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടെ എന്തൊക്കെ നടക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തോ പാർക്കോ എന്തോ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ടൈപ്പ് ഏരിയ ആണ് കേട്ടോ. കുറെ ആൾക്കാർ സൈക്കിളൊക്കെ ചവിട്ടാൻ പോകുന്ന ഏരിയ ഇവിടെ. അപ്പൊ നമ്മളത് കാണാൻ വേണ്ടി ഇപ്പൊ പോവാണ് കേട്ടോ. ഇപ്പൊ രാത്രി ഏകദേശം ഒരു 8 മണിയായി. വെയിൽ എന്റെ മുഖത്ത് തന്നെ 8 മണിക്കാട്ടോ. സമയം 8 മണിയായിന്ന് ഓർക്കണം. രാത്രി മൊത്തം കാടായിട്ട് അപ്പുറം ഇപ്പുറം നല്ലവണ്ണം കാടുണ്ട് കേട്ടോ. കുഞ്ഞിനെ കാട് കാണിക്കാനാണ് കൊണ്ടുപോയി ചോദിക്കുക കുഞ്ഞ് വലുതാകുമ്പോ. ട്രക്കിങ്ങിനൊക്കെ പോകുന്ന വഴി കേട്ടോ ഇത്. അവരെ എണീച്ച് ഓടാനൊക്കെ പോകുന്ന ടൈപ്പ് ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയത്തില്ല, പോയി നോക്കാം. ഇത് കണ്ടോ മൊത്തം മരങ്ങളായിട്ട് ഇങ്ങനെ വരിയിൽ ഇങ്ങനെ മരങ്ങൾ കേട്ടോ. അതിനിടയിൽ കൂടെ ഇങ്ങനെ ഒരു വഴി. ഇത് നൈസ് സ്ഥലമാണ് കേട്ടോ. കണ്ടോ ഇവിടെ ഒരു പോസ്റ്റർ തൊട്ടിച്ചിട്ടുണ്ട്, മൾട്ടി യൂസർ റൂട്ടെന്ന്. അത് പട്ടീനെയും കൊണ്ട് കണ്ടോ. ഇത് പട്ടീനെയും കൊണ്ട് പോവാം, നടത്തിക്കാൻ കൊണ്ടുപോകാം, സൈക്കിൾ വിട്ടാൻ പോവാം. കുതിരയുള്ള വഴിയാ ഇത്. എടീ അടുത്തതായിട്ട് നാടോടി നിർത്തും. പവാട നല്ല പവാട, ഞൊറിയുള്ള പവാട, പുത്തും പവാട, നല്ല കണ്ണഞ്ചി പവാട, പാവാട നല്ല പാവാട, ഞൊറിയുള്ള നല്ല പാവാട, നല്ല കണ്ണഞ്ചി പവാട. ഇത് ഞാൻ കുഞ്ഞ് അംഗനവാടി പഠിക്കുമ്പോ കളിച്ച പാട്ടായത്. അംഗനവാടി പഠിച്ചപ്പോഴോ? പൊന്നൊരു കില്ലാടിയാണ് കേട്ടോ. അപ്പൊ കുഞ്ഞ് കണ്ണും തള്ളിയിരിക്കുന്നു നിന്റെ ഞൊറിയുള്ള പാവാട കണ്ടിട്ട്. പോട്ടെ, കുഞ്ഞിനല്ല ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് രക്ഷമായിട്ടില്ല, അവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കില്ലേ. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. വീഡിയോനകത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഇത് ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്തൊക്കെയായാലും കൊതുകും കാര്യങ്ങളൊന്നുമില്ല, കൊതുകില്ല. കടുവേനെ പേടിക്കണ്ട. വയനാട്ടിലൊക്കെ ആണെങ്കിൽ കടുവേനെ പേടിക്കണം കേട്ടോ. ഇപ്പം മൊത്തം കടുവയാ. കടുവ സങ്കേതമല്ലേ അവിടെ? കടുവ സങ്കേതമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ കടുവ ഇറങ്ങും കേട്ടോ. വയനാട്ടിലുള്ളവർക്ക് അറിയാം. പക്ഷെ ഒരു നിഗൂഢത പിടിച്ചൊരു സ്ഥലം പോലെ ഇല്ല കുഞ്ഞാ? നിഗൂഢതത്തിന്റെ അല്ലടാ, എന്തോരം വിറക നാട്ടിലെ ചേച്ചിമാരൊക്കെ കണ്ടിട്ടുണ്ട് വന്ന് വിറക എടുത്തോണ്ട് പോയേനെ. എന്റെ മോനെ ഞാൻ അങ്ങനെയൊക്കെ ആക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. ശൈല, എനിക്ക് സിനിമയൊക്കെ കാണാൻ പോകുമ്പോ വിസിലടിക്കുന്നവരെ എന്റെ കൂടെയുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ജ്ഞാനം തീകം നരസിംഹം ഇപ്പോ മോനെ ദിനേശ. കൊച്ചു കണ്ണും തള്ളിയ നോക്കുന്നേ. അപ്പൊ കൂട്ടുകാരെ ഇപ്പൊ ഏകദേശം രാത്രി 9 മണിയായിട്ടോ. 9 മണിയായപ്പോൾ നാട്ടെ ഈ വെളിച്ചം തന്നെയാട്ടോ. ഒരു വെളിച്ചത്തിന് ഒരു കുറവുമില്ല. വെളിച്ചം അതേ വെളിച്ചം തന്നെ. നമുക്കപ്പോൾ ഇനി പോയിട്ട് ഇനിയപ്പോൾ നമുക്ക് പോയിട്ട് മീൻ വറക്കണം. നമ്മൾ ക്യാരവാൻ പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് അവിടെ കുറേ ആൾക്കാരൊക്കെ വരും കേട്ടോ. അവിടെ വേറെ വണ്ടി കൂടെ നിർത്തിയിടലും കുറേ ആൾക്കാർ വണ്ടി തിരിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് നമുക്കാണെങ്കിൽ വലിയൊരു പ്രൈവസി അവിടെ ഇല്ല. രാത്രിയാണെങ്കിൽ പകലൊക്കെ ആണെങ്കിൽ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്കപ്പോൾ രാത്രി എങ്ങനെയായിരിക്കും ഇവിടെ നിന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ അത്രേ ഉള്ളൂ കൂട്ടുകാരെ. മറ്റൊരു നാളെ കാണാം. കൊല്ല ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന എനിക്ക് പറയാനൊന്നും സമയം കിട്ടിയില്ല. നീ അത് പറഞ്ഞാൽ മതി.